വലിയ പ്രതിഷേധങ്ങൾക്കിടയിലും കാസർഗോഡ് കുമ്പളയിൽ ടോൾ പിരിവ് ആരംഭിച്ച ദേശീയപാത അതോറിറ്റി. റോഡ് ഉപരോധിച്ച മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. ടോൾ പ്ലാസയ്ക്കെതിരെ സമരം തുടരുമെന്ന് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. പ്രതിഷേധം കനക്കുമെന്ന സൂചനയെ തുടർന്ന് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചായിരുന്നു ദേശീയപാത അതോറിറ്റി കുമ്പളയിൽ ടോൾ തുറക്കാനെത്തിയത്. രാവിലെ 7:30യോടെ MLAയുടെ നേതൃത്വത്തിൽ സമരസമിതി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും DYSPയും പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും ടോൾ പിരിവ് തുടങ്ങണമെന്ന നിലപാടിൽ അധികൃതർ ഉറച്ചു നിന്നതോടെ ചർച്ചകൾ പരാജയപ്പെട്ടു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന മഞ്ചേശ്വരം MLA AK അഷ്റഫിനെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ഈ ടോൾ ബൂത്തിനെതിരെ നടത്തുന്നത് ഒരു ജനകീയ സമരമാണ്. പോലീസ് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. ഇന്നൊരു പക്ഷെ ഞങ്ങൾ അറസ്റ്റ് ചെയ്താലും നിരന്തര സമരത്തിലൂടെ ഈ ടോൾ ബൂത്തിനെ ഞങ്ങൾ എന്തായാലും കൂട്ടിക്കും. പ്രതിഷേധക്കാരെ മാറ്റിയതിന് തൊട്ടു പിന്നാലെ അധികൃതർ ടോൾ പിരിവ് തുടങ്ങി. 2 ടോൾ ബൂത്തുകൾ തമ്മിൽ 60 കിലോമീറ്റർ ദൂരപരിധി വേണമെന്ന വ്യവസ്ഥ നിലനിൽക്കെ തലപ്പാടിയിൽ നിന്നും വെറും 22 കിലോമീറ്റർ മാത്രം അകലെ പുതിയ ബൂത്ത് സ്ഥാപിക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. ഹൈക്കോടതിയിലെ ഹർജിയിൽ തീരുമാനമായ ശേഷം മാത്രമേ പിരിവ് തുടങ്ങൂ എന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും ഇത് ലംഘിക്കപ്പെട്ടതായും സമരസമിതി ആരോപിക്കുന്നു. അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. 60 കിലോമീറ്റർ ദൂരമെന്നാണ് വ്യവസ്ഥയെങ്കിലും കുമ്പളയിലെ ടോൾ ബൂത്ത് താൽക്കാലികമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.